പേജ് നമ്പർ 103 103 രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ഇൻ ഈച്ച് ഓഫ് ദ പാരലലോഗ്രാം, താഴെ തന്നിരിക്കുന്ന പാരലലോഗ്രാമിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. മുകളിലത്തെ വശവും താഴത്തെ സൈഡും, ടോപ്പ് സൈഡും ബോട്ടം സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഈച്ച് പാരലോഗ്രാം. എന്നിട്ട് ആ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ചോദ്യത്തിൽ ഈച്ച് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ 2 ഉണ്ട് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള അളവ് ഒരു സൈഡ് 4, ഒരു സൈഡ് 2. ഡിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ആണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് വരയ്ക്കുക. ഓക്കെ, അങ്ങനെ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞപ്പോൾ പടത്തിന്റെ ഇങ്ങനെ പൊങ്ങിപ്പോയതാണ് നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. കറക്റ്റായിട്ട് വരച്ച് നിങ്ങൾ 2 സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഓക്കെ, എന്നാലും മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് വരച്ചു കഴിഞ്ഞു, ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞു. പേര് കൊടുക്കാം ABCDE എന്ന്. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രയാങ്കിളിനെ ഞാൻ ഇങ്ങോട്ടത്തേക്ക് മാറ്റുന്നു. ആ ഒരു ട്രയാങ്കിൾ കണ്ടോടെ. ആ ഒരു ട്രയാങ്കിൾ ഏതാണ്? ABE ആണ് ആ ട്രയാങ്കിൾ. അതിൽ ഇവിടെ 45 എന്ന് നമുക്ക് പടത്തിലുണ്ട്. ഇവിടെ 90 ഡിഗ്രി എന്നുണ്ട്. ഇവിടത്തെ അപ്പൊ എത്ര ആയിട്ട് വരും? 45 90 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് 45 വന്നേ പറ്റുള്ളൂ. കാര്യം ഒന്ന് 90 ഒന്ന് 45 ആയി കഴിഞ്ഞാൽ ഒന്ന് 135 ആവും. ബാക്കിയുള്ള ആൻസർ ബാക്കി 45 എന്ന് തന്നെ കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെയുള്ള സൈഡുകൾ ഏതൊക്കെയാണ്? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 അല്ലേ? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള അളവ് നമുക്കറിയാം 2. അപ്പൊ നമുക്കറിയാം ബാക്കി ഏതൊക്കെ വേണം? നമുക്ക് BE അല്ലേ വേണ്ടത്? BE അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം, BE വേണം. ഇത് നമുക്ക് വേണം. ഇത് രണ്ടും ഒരളവാണെന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് അറിയാം 45:45:90 ആണെങ്കിൽ 1:1:√2 ആണെന്ന് നമുക്കറിയാം. അതിൽ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് 2 തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ട? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് തന്നിരിക്കുന്നതെങ്കിൽ 45ന് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു തന്ന ഓർമ്മയുണ്ട നിങ്ങൾക്ക്? √2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോ ആ അളവെന്ന് പറയണത് എത്രന്ന് കിട്ടും? ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയണത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയണ ഏതാണ് അളവ് കിട്ടിയത്? BE ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2/√2 എന്ന് ലഭിക്കും. ഇനി ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഇടരുത്. കാര്യം നമുക്ക് ഡിനോമിനേറ്ററിൽ റൂട്ട് വരുന്നത് നമുക്കത്ര കറക്റ്റായിട്ട് എഴുതുന്നൊരു രീതിയല്ല നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഡിനോമിനേറ്ററിൽ √2 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ √2നെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്താൽ മതി? 2√2 ഇവിടെ ഉണ്ട്. മുകളിലും താഴെയും ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? √2ഉം √2ഉം കൂടെ ആവുമ്പോൾ √2 2 ആയിട്ട് മാറും. ഇവിടെ 2√2 ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് √2. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള BE ആയിട്ടുള്ള അളവ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി 2/√2 ചെയ്യണം. അതിനുശേഷം നമ്മൾ ആൻസറിലോട്ട് കടക്കുമ്പോൾ BE എന്ന് പറയുന്ന അളവ് എഴുതുമ്പോൾ 2/√2 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ എഴുതുന്നത് നമുക്ക് ഇച്ചിരി കണക്ക് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ ഈ ഡിനോമിനേറ്ററിലെ √2നെ മാറ്റാൻ ശ്രമിക്കുന്നു. അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും അതേ നമ്പർ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും താഴെ. അപ്പൊ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിൽ √2 2 ആയിട്ട് പോവും. മുകളിൽ ഒരു √2 അഡീഷണൽ ആയിട്ട് വരും. അടുത്ത സ്റ്റെപ്പിൽ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി √2 എന്ന് ലഭിക്കുന്നു. അപ്പോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര എന്ന് വരും? √2 എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, ഒന്നാമത്തെ ആൻസർ ആയി. ഇനി നമുക്ക് എന്ത് വേണം?
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം. ഈ പാരലലോഗ്രാമിന്റെ ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ BH ആണ്. 1 side into perpendicular distance between that parallel sides. അതായത് ഒരു വശവും ആ വശം തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ചേരുമ്പോൾ ഏരിയ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഏരിയ കിട്ടുന്ന സമയത്ത് B എന്ന് പറയുന്ന അളവെന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ. അതുകൊണ്ട് H എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടുപിടിച്ചു √2. ഓക്കെ, അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 4 into √2 സെന്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. 4 √2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ തന്നിരിക്കുന്ന പാരലലോഗ്രാമിന്റെ ഏരിയ. BH ആണ് ഇക്വേഷൻ. ബിക്ക് പകരം 4, Hന് പകരം √2. 4 √2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഈ പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ സംശയമുള്ള സ്റ്റെപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ √2 ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതിനെ മാറ്റിയത്. അങ്ങനെ മാറ്റി തന്നെ എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിലെ തന്നെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രയാങ്കിള്. ഇവിടുത്തെ ആംഗിളിന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. 60 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. ആ 60 ഡിഗ്രി വരുമ്പോൾ എന്താണ് മാറ്റം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ വരയ്ക്കുന്നു. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി. അതിനുശേഷം അവിടെ ഒരു പേര് PQRST കൂടെ കൊടുക്കും. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രയാങ്കിളിനെ ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റി വരയ്ക്കുന്നു. PTS. അതിന്റെ അളവുകൾ എഴുതുന്നു. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരുന്നത് നമുക്കറിയാലോ. എത്രയാ? 30 ഡിഗ്രി എന്ന് ലഭിക്കുന്നു. 30 ഡിഗ്രി 90 60 30 എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാര്യം ടോട്ടൽ ആംഗിൾ 180 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയുള്ള അളവെന്ന് പറഞ്ഞാൽ നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് ഇതാണ് 2. PS ആണ് 2. വേറെ ഒരു അളവും ഇല്ല. PT ഇല്ല, TS ഇല്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. TS ആണ് വേണ്ടത്. TS അതായത് ഇതാണ് വേണ്ടത്. അതല്ലേ വേണ്ടത്? ഇനി നമ്മൾ നോക്കുക. അപ്പോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 30 60 90 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നു. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:√3:2 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ 1:√3:2 ആകുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം? ഇതിൽ തന്നിട്ടുള്ള അളവ് ഏതെന്ന് നോക്കുക. T 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് 2 തന്നിരിക്കുന്നത്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് 2 തന്നിരിക്കുന്നത്. നോക്കിയേ, എളുപ്പത്തിൽ കിട്ടും. കാര്യം അതിന് റേഷ്യോ തന്നെ തന്നിരിക്കുന്നു. അപ്പോ 30ക്ക് അല്ലെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എത്രയായിരിക്കും? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 ആയാൽ ഇത് √3 ആയിരിക്കും, 1 ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? 2 തന്നിരുന്നാൽ അതിന്റെ പകുതി ഇവിടെ 1 തന്നിരുന്നാൽ ഇവിടെ √3. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ അളവ്. റേഷ്യോയുടെ അതേ അളവ് തന്നെ നമുക്ക് വന്നു, നമ്മൾ പഠിച്ച റേഷ്യോ. അപ്പോൾ ST എന്ന് പറഞ്ഞ അളവ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ST ഓർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു √3 സെന്റിമീറ്റർ എന്ന് ലഭിക്കുന്നു. √3 സെന്റിമീറ്റർ പെർപെൻഡിക്കുലർ ഓർ ST അല്ലേ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ ആയി. ഇനി നമുക്ക് വേണ്ടത് ഏരിയ ഇസ് ഈക്വൽ ടു BH ആണ് ഇക്വേഷൻ. ബേസ് ഇൻറ്റു ഒരു 1 സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പാരലൽ ലൈൻസ് ഇൻക്ലൂഡിങ് B. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുക. ബിക്ക് പകരം ബേസിന് പകരം 4. B എന്ന് പറഞ്ഞാൽ ഇതല്ലേ ST ഉള്ള B, ഇത് 4. ST എന്ന് പറഞ്ഞാൽ എത്ര? √3 ഇൻറ്റു H ഇൻറ്റു √3 ഇസ് ഈക്വൽ ടു 4√3 സെന്റിമീറ്റർ സ്ക്വയർ. അവിടെയും ഏരിയ എന്ന് പറഞ്ഞാൽ 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ലഭിക്കും. നേരത്തെ നമ്മളെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് കിട്ടിയത്? 4√2 ആയിരുന്നു. ഇപ്പൊ ഇവിടെ ആൻസറിൽ 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ. ഇതോടുകൂടി ആ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: റെക്ടാങ്കുലർ ബോർഡ്. എ റെക്ടാങ്കുലർ ബോർഡ് ഈസ് ടു ബി cut along the diagonal and the pieces rearranged to form an equilateral triangle shown below. A rectangular board, ഒരു rectangular ബോർഡിനെ is to be cut along the diagonal കൂടി കട്ട് ചെയ്ത് and the pieces are 2 പീസാക്കി മാറ്റി.
ഒരു റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളും ഇപ്പുറത്തെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നു. ആ റൈറ്റ് ട്രയാങ്കിളിനെ റീ അറേഞ്ച് ചെയ്യുന്നു. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളാണ് ഈ പോർഷനിൽ വെച്ചത്, ഇതിനെ എടുത്ത് തിരിച്ചപ്പുറത്ത് വെച്ചു. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്താണ് ആ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് റെക്റ്റാങ്കിൾ ഈ റെക്റ്റാങ്കിളിനെ ഡയഗണലിൽ കൂടെ ഡിവൈഡ് ചെയ്ത് രണ്ട് ട്രയാങ്കിളാക്കി മാറ്റിയതിന് ശേഷം ഇതിനെ റീ അറേഞ്ച് ചെയ്തു. ഇതിനെ എടുത്ത് ഇവിടെയും വെച്ചു. ഈ പോർഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഈ കുത്തിട്ടിരിക്കുന്നതാണ് ഈ പോർഷൻ. അത് കഴിഞ്ഞ് ഇതിനെ എടുത്ത് തിരിച്ചു വെച്ചു, ജോയിൻ ചെയ്ത് വെച്ചാണ് ആ ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ മസ്റ്റ് ബി 50. ഈ ട്രയാങ്കിളിന്റെ സൈഡ്സ് 50 ആവണം. എങ്കിൽ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ? എങ്കിൽ റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും എത്ര ആയിരിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മള് ആദ്യം തന്നിരിക്കുന്നത് റൈറ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡാണ്, 50 ആണ്. ഇനി നമ്മൾ നോക്കിക്കൊള്ളുക, നമ്മൾ ആദ്യം ഇങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ ഡയഗണലിൽ കൂടി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉറപ്പായിട്ട് 90 ഡിഗ്രി ആയിരിക്കും, അല്ലെ? ഇവിടെ ഉറപ്പായിട്ട് 90 ഡിഗ്രിയും ഇവിടെ 30 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും ആയിരിക്കും. മനസ്സിലായ? എവിടെയൊക്കെയാണ്? 60 ഡിഗ്രിയും ആയിരിക്കും. ഒരു റെക്റ്റാങ്കിളിനെ ഡയഗണലിൽ കൂടി കട്ട് ചെയ്ത് വിടുമ്പോൾ ഇവിടെ 30, ഇവിടെ 60, ഇങ്ങനെ ആയിരിക്കും കട്ടായിട്ട് പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മറന്നു പോകരുത്. ഇനി ഒരു സ്ക്വയറിനെയാണ് നമ്മൾ ഡയഗണലിൽ കൂടി കട്ട് ചെയ്ത് വിടുന്നതെങ്കിൽ ആംഗിള് 45, 90 ആയിരിക്കും. ഇവിടെയും 45, 90 തന്നെയായിരിക്കും. പക്ഷെ നമ്മളൊരു റെക്റ്റാങ്കിളിൽ കൂടി ഡയഗണലിൽ കട്ട് ചെയ്യുമ്പോൾ ആംഗിളുകൾ 30, 60, 90 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെയാണ് ഇങ്ങോട്ട് എന്ത് ചെയ്തത്? അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 60 ആയിരിക്കും, ഇവിടെ 90 ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും. ഈ ഒരു ഫോമിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ 50 ആണെങ്കിൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 25, 25 എന്ന രണ്ടളവായിട്ട് സ്പ്ലിറ്റ് ആവും. മനസ്സിലായോ? 25, 25. കാര്യം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴോട്ട് ബേസിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ബേസിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ 25, 25. അപ്പൊ നോക്കി, നമ്മുടെ ഇവിടെ 30, 60, 90 എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 30ക്ക് ഓപ്പോസിറ്റ് 25 ആയാൽ 30, 60, 90 ട്രയാങ്കിളിൽ 30ക്കെതിരെ 25 ആയാൽ 90ക്കെതിരെ 50 ആയിരിക്കും. അതിവിടെ ഉണ്ട്. 60ക്കെതിരെ എത്രയായിരിക്കും? 25√3 ആയിരിക്കും. 25√3. അതായത് ഇവിടെ എത്ര വരും? 25√3 എന്ന് ലഭിക്കുന്നു. ഓക്കെ, ഈ നമ്മുടെ സൈഡാണ് ഇതിന്റെ എന്തായിട്ട് വരുന്നത്? ലെങ്ത് ആയിട്ട് വരുന്നത്. ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 25 ആയിരിക്കും. ലെങ്ത് 25√3 ആയിരിക്കും. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിരിക്കും ഈ വരുന്ന പോർഷൻ. ഇതിനെയാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഇവിടെ 25 ആയാൽ 60ക്ക് ഓപ്പോസിറ്റ് 25√3. നമ്മുടെ റിലേഷൻ അനുസരിച്ച് 1:3:2 എന്ന് പറയുന്ന റിലേഷൻ അനുസരിച്ച് നമുക്ക് 25√3 എന്ന് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ. പേജ് നമ്പർ 103 ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഞാൻ എഴുതിയിട്ടില്ല, പകരം അതിന്റെ ചോദ്യം ഞാൻ വായിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പ്രാക്ടീസിന് വേണ്ടി 45, 45, 90, 30, 60, 90 എന്ന് പറയുന്ന ആ സെക്ഷനിലെ റേഷ്യോയുടെ പ്രാക്ടീസിന് വേണ്ടി ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ച് ആൻസറും കൂടി നോക്കിക്കോളൂ. ചോദ്യം ഇതാണ്: 2 rectangles are cut along the diagonal and triangle got are to be joined to another rectangle to make a regular hexagon as shown below. അർത്ഥം,
രണ്ട് ചെറിയ റെക്റ്റാങ്കിളുകൾ ഡയഗണലിൽ കൂടി കട്ട് ചെയ്യുന്നു. രണ്ട് ചെറിയ റെക്റ്റാങ്കിളുകൾ ഡയഗണലിൽ കൂടി കട്ട് ചെയ്യുമ്പോൾ 1 2 3 4 ട്രയാങ്കിളുകൾ ഫോം ചെയ്യും. ആ 4 ട്രയാങ്കിളിനെയും വലിയൊരു റെക്റ്റാങ്കിളിന്റെ റീഅറേഞ്ച് ചെയ്ത് എടുത്ത് ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ റെഗുലർ ഹെക്സഗണിന്റെ സൈഡ് എന്താണ്? ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ഹെക്സഗൺ ആർ ടു ബി 30 സെന്റിമീറ്റർ, ഈ റെഗുലർ ഹെക്സഗണിന്റെ സൈഡ് 30 സെന്റിമീറ്റർ ആകണം എങ്കിൽ വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഇതിന്റെ മൂന്നിന്റെയും കണ്ടുപിടിക്കുക. അപ്പൊ തന്നിരിക്കുന്ന കാര്യം 30 30 30 വെച്ചാകണം. ഇനി ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, ഒരു റെക്റ്റാങ്കിളിനെ ഡയഗണലിൽ കൂടി കട്ട് ചെയ്താൽ അതിന്റെ ആംഗിൾ മേക്കിംഗ് 90 30 60 ആയിരിക്കും. 90 30 60 ആയിരിക്കും, മറന്നു പോകരുത്. ഒരു റെക്റ്റാങ്കിളിനെ ഡയഗണലിൽ കൂടി കട്ട് ചെയ്താൽ 90 30 60 എന്ന് പറയുന്ന ആംഗിൾ ഫോം ചെയ്യപ്പെടും. ഓക്കെ, അപ്പോ ആ ആംഗിളുകൾ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഇതാ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു പോർഷൻ മാത്രം കാര്യം, ബാക്കിയെല്ലാം ഈക്വൽ ആണ്. അതേ ഇതും ഇത് ഈക്വൽ, ഇതും ഈക്വൽ ആണ്, 4ഉം ഈക്വൽ ആണ് അല്ലേ. അതിനെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പോർഷൻ എടുത്താൽ മതി. ഒരു പോർഷൻ എടുക്കുമ്പോൾ ഈ 30 60 90 ഇവിടെ 30 ആവണം. കാര്യം ഹെക്സഗണിന്റെ 30 ആവണം. അങ്ങനെ 30 ആവണമെങ്കിൽ ഈ നമ്മുടെ 30 60 90 എന്ന് പറയുന്ന റേഷ്യോ 1:√3:2 ആയാൽ 90-ക്കെതിരെ 30 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എങ്കിൽ 30-ക്കെതിരെ 15 ആയിരിക്കും, 15 ആയിരിക്കും. അതായത് 30-ക്കെതിരെ 15, 30-ക്കെതിരെ 15. ഈ 15 ആയിരിക്കും ഇവിടത്തെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത് അല്ലേ. ഇതല്ലേ ഈ പോർഷൻ അല്ലേ? യെസ്. അടുത്തത് 60-ക്കെതിരെ വരുന്നത് ഇവിടെ കിട്ടുന്നതിനെ √3 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും, 15√3. അതല്ലേ ഈ 60-ക്ക് ഓപ്പോസിറ്റ് വരുന്നത് 15√3, 15√3. ഓക്കെ, ഇതാണ് ചെറിയ റെക്റ്റാങ്കിളിന്റെ. അപ്പൊ ഇത് 15ഉം 15√3 ആയാൽ ഇവിടെയും 15ഉം 15√3 ആയിരിക്കും. കാര്യം ഇത് രണ്ടും ഒരേ സാധനങ്ങളാണ്. കിട്ടിയത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വലുതിൻ്റെതും കൂടെ വേണം. വലുത് കണ്ടുപിടിക്കാനായിട്ട് വലുതിന്റെ ഈ വലുതെന്ന് പറഞ്ഞ പോർഷൻ ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലെ, ഈ പോർഷൻ. അതിന്റെ 30 ബ്രെഡ്ത്ത് നമുക്കറിയാം 30. ലെങ്ത് നോക്കുമ്പോ ഇത്രയുണ്ട്, അതായത് ഇത് മുതൽ ഇതുവരെ, ഇത് മുതൽ ഇതുവരെയാണ്. അതിന് രണ്ട് പോർഷനാണ്, ഒന്ന് ഇതുവരെയും ഒന്ന് ഇതുവരെയും. അതിൽ ഇത്രയും ഭാഗം 15√3, രണ്ട് പോർഷനാണ്, ഒന്ന് 15√3. അതുപോലെ താഴോട്ടുള്ളതും എത്ര തന്നെ? 15√3 തന്നെ. അപ്പൊ ഇതും 15√3 തന്നെ. ഓക്കെ, അപ്പൊ ടോട്ടല് ലെങ്ത് ആയിട്ട് കണക്കാക്കുമ്പോൾ 15√3 പ്ലസ് 15√3 ഇസ് ഈക്വൽ ടു 30√3 എന്ന് ലഭിക്കുന്നു. 30√3 ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോ ഇതിന്റെ ചെറിയ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് 15, ലെങ്ത് 15√3. വലിയ റെക്റ്റാങ്കിളിന്റെ ബ്രെഡ്ത്ത് 30, ലെങ്ത് 30√3 എന്ന് ലഭിക്കുന്നു. പ്രാക്ടീസിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ മനസ്സിലാക്കുക. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കഴിഞ്ഞ ചോദ്യത്തിലെ പോലെ അല്ല, കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 104 ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. നമുക്ക് ഇതിൽ റൈറ്റ് ട്രയാങ്കിൾ ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ എന്തോന്നാണ്? ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് BH ആണ്. അതിൽ B ഹാഫ് അറിയാം, B ഉണ്ട് 4, H ഇല്ല. നമുക്ക് H വരച്ചു ചേർക്കണം. ഓക്കെ, H നമ്മൾക്ക് ഇങ്ങനെ വരച്ചു ചേർക്കുമ്പോൾ H കിട്ടും. ഈ അളവും കൂടെ കിട്ടിയാൽ നമ്മൾ ഏരിയയുടെ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ H ഇവിടെ എഴുതുന്നു, H. ഓക്കെ, ആ H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കി, ഇവിടെ 45 ആണ്, ഇവിടെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ് വരച്ചത് അല്ലേ. അപ്പോ നമുക്ക് ഇവിടെയും 45 എന്ന് തന്നെ ലഭിക്കുന്നു, ലഭിക്കില്ലേ? 45 90. ഇവിടെ H എടുത്താൽ ആ H തന്നെ എവിടെയും വരും, ഇവിടെ വരൂലേ, ഇവിടെയും വരും. കാര്യം എന്ത്? ഈ 45-നെതിരെ H ഇരുന്നാൽ ഈ 45-നെതിരെയും H തന്നെ ആയിരിക്കും. സംശയമുണ്ടോ? അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇവിടെ എന്ന് പറയാം, ഇവിടെ 60 ഇരിപ്പുണ്ട്, ഇവിടെ 90 ആയാൽ ഇവിടെ എത്രയായിരിക്കും? 30 എന്ന് പറയുന്ന ആംഗിൾ ആയിരിക്കും വരുന്നത് തന്നെ. അങ്ങനെ 30 എന്ന് പറയുന്ന ആംഗിൾ വന്നു കഴിഞ്ഞാൽ
അങ്ങനെ 30 എന്ന് പറയുന്ന ആംഗിൾ വന്നു കഴിഞ്ഞാൽ 60ക്ക് ഓപ്പോസിറ്റ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ദ ട്രയാങ്കിൾ പേരെന്ന് കൊടുക്കണ്ട, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ആംഗിൾ 30, 60, 90 ആണ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് എച്ച് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? എച്ച് ഡിവൈഡ് ബൈ √3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓർമ്മേണ്ട, എച്ചിന്റെ കൂടെ ഏത് ഫംഗ്ഷൻ കാണും? √3 ഫംഗ്ഷൻ കാണും. അവിടെ ഹോൾ നമ്പർ ആണെങ്കിൽ ഡിവൈഡ് ബൈ √3 ആയിരിക്കും. അപ്പോൾ ഇവിടെ എച്ച് ഡിവൈഡ് ബൈ √3 എന്ന് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ടളവും കിട്ടിയത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ രണ്ടളവും ഒന്നുകൂടെ പറയാം. ഹൈറ്റ് നമ്മൾ വരയ്ക്കുന്നു, എച്ച് എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം അപ്പോൾ ഹൈറ്റ് വരച്ചു കഴിയുമ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ 45 ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് ഇവിടെയും 45 ആയിരിക്കും. അതുകൊണ്ട് ഈ 45-നെതിരെ എച്ച് ആയാൽ ഈ 45-നെതിരെ ഇവിടെ എച്ച് തന്നെ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എച്ച് എന്ന് പറയുന്നത് ആയിക്കഴിഞ്ഞാൽ ഇത് 30, 60, 90 എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 60ക്ക് ഓപ്പോസിറ്റ് എച്ച് ആയിക്കഴിഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എച്ച് ബൈ √3 ആയിരിക്കും. നമ്മുടെ റിലേഷൻ വെച്ചാണ് ഈ രണ്ട് കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്, എച്ച് ബൈ √3. ഓക്കെ, അപ്പൊ എച്ച് ബൈ √3 ആയിക്കഴിഞ്ഞാൽ ഇനി നോക്കിയേ, എച്ച് കണ്ടുപിടിക്കാണ് നമ്മുടെ വഴി. നോക്കിയേ, ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് 4 ആണ്. അതായത് എച്ചും എച്ച് ബൈ √3യും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നത്. ഈ ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എച്ച് ഇത് തൊട്ട് ഇതുവരെയുള്ള ബേസ് 4 ആണ്. ആ 4നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോഴാണ് ഈ പെർപെൻഡിക്കുലർ വരച്ചത്. അപ്പോൾ ഒന്നിന്റെ ലെങ്ത് എച്ച് എന്നും മറ്റേ ലെങ്ത് എച്ച് ബൈ √3 എന്നും കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4 ആയിരിക്കണം. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി LCM എടുത്തു കഴിഞ്ഞാൽ √3 LCM ആണ്. അപ്പോൾ മുകളിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം √3h പ്ലസ് h എന്ന് കിട്ടും. = 4 എന്ന് ലഭിക്കുന്നു. ഇനി ഇതിൽ നിന്ന് √3യെ സമത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ √3h പ്ലസ് h = 4. ഈ ഡിവിഷൻ √3 അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു √3 4√3 എന്ന് വരും. ഇതിൽ നിന്ന് ഒരു h വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. h പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ √3 പ്ലസ് h പുറത്തെടുത്ത് 1 ആയിട്ട് മാറും. = 4√3. ഓക്കെ, ഇത് h കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4√3 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 എന്ന് ലഭിക്കുന്നു, h. ഓക്കെ, സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. LCM എടുക്കുന്നു, √3 ക്രോസ് ചെയ്യുന്നു, √3h പ്ലസ് തിരിച്ച് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 1 × h എന്ന് ലഭിക്കുന്നു, = 4. അടുത്ത സ്റ്റെപ്പിൽ ഈ √3 സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും 4√3h പ്ലസ് h. അതിൽ നിന്ന് ഒരു h കോമൺ ഫാക്ടർ h പുറത്തെടുക്കുന്നു. അപ്പോൾ √3 ഇവിടെ h പുറത്ത് പോയി √3 ഇവിടെ h പോയി കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, √3 പ്ലസ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ h കണ്ടുപിടിക്കാൻ ഈ √3 പ്ലസ് 1 സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ 4√3 ബൈ √3 പ്ലസ് 1. അപ്പൊ h കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിൽ ഏരിയ = ½ BH ആണ് ഇക്വേഷൻ. ½ ഇൻറ്റു b 4 ഇൻറ്റു h എന്ന് പറയുന്നത് 4√3 ഡിവൈഡ് ബൈ √3 പ്ലസ് 1. ക്യാൻസൽ ചെയ്യുന്നു, 2 എന്ന് ലഭിക്കുന്നു. അതായത് 2 × 4√3 8√3 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 എന്ന് കിട്ടും, സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ആൻസർ. 8 ഫുൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയും ചെയ്തിട്ടാൽ മതി. 8√3 ഡിവൈഡ് ബൈ √3 പ്ലസ് 1. ഇതാണ് നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷന്റെ പേര് ന്യൂ മെഷർ ഓഫ് ആംഗിൾ എന്നാണ്. നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പഠിച്ചത് റൈറ്റ് ട്രയാങ്കിളിന്റെ വിവിധതരം പ്രത്യേകതകളാണ്. അതിൽ 2 തരം സൈഡ്സ് കണ്ടുപിടിക്കാൻ 2 തരം റേഷ്യോ പഠിച്ചു. ഒന്ന് 45 90 ഡിഗ്രി വന്നാൽ ഉള്ള റേഷ്യോ 1:1:√2 എന്നും 30 60 90 ആണ് റേഷ്യോ വരുന്നതെങ്കിൽ സൈഡ്സിന്റെ റേഷ്യോ 1:√3:2 എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റ് വിവിധ തരത്തിലുള്ള ആംഗിളുകൾ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 45 90യും 30 60 90യും അല്ലാതെ റൈറ്റ് ട്രയാങ്കിളിൽ വേറെ ആംഗിൾ വരാം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 10 വരാം, 25 വരാം, 35 31 32 അങ്ങനെ. ഈ 90ക്കും 1നും ഇടയിൽ ഈ പറഞ്ഞ 2 സെക്ഷനിലുള്ള ആംഗിളുകളല്ലാതെ വേറെ ഏത് ആംഗിൾ വന്നാലും നമ്മൾ
സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പുതിയൊരു സെക്ഷനിലേക്ക് കടക്കുന്നു. അതാണ് ന്യൂ മെഷർ. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോന്യൂസ് എന്നാണ്. ഇനി ഞാൻ റൈറ്റ് ട്രയാങ്കിളിനെ പുതിയൊരു പേരുകൾ പരിചയപ്പെടുത്തുന്നു. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പുതിയ ആംഗിൾ 35 എന്ന് പറയുന്ന ഒരു ആംഗിൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. മറ്റേ ആംഗിൾ എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. 35 ഡിഗ്രിയെ ഞാൻ ഒരു ബേസ് ആയി ഒരു പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് ആ 35 വെച്ചിട്ട് ഈ സൈഡിന് ഒരു പേര് കൊടുത്തു. അതിനെ അഡ്ജസന്റ് സൈഡ് ഓഫ് 35 എന്ന് പറയുന്നു. 35ന്റെ അഡ്ജസന്റ് ആയിട്ടിരിക്കുന്ന, അടുത്തിരിക്കുന്ന, തൊട്ടിരിക്കുന്ന സൈഡ്. ഇനി അതേപോലെ ഈ സൈഡിനെ സാധാരണ ഇതിനെ ബേസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ അഡ്ജസന്റ് സൈഡ് ആക്കി മാറ്റി. ഇനി ഈ 35 എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആ സൈഡ് ഇരിക്കുന്നത്, ഓപ്പോസിറ്റ്. അപ്പോ ഈ 35 കമ്പാരിസൺ ചെയ്ത് പറയുമ്പോൾ ഈ സൈഡിനെ അഡ്ജസന്റ് സൈഡ് എന്നും ഈ സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഹൈപ്പോന്യൂസിന് മാറ്റമൊന്നുമില്ല. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആ സൈഡിനെ ഹൈപ്പോന്യൂസ് എന്നറിയപ്പെടും. അപ്പോൾ 3 പുതിയ പേരുകൾ, അതിൽ 2 പുതിയത്, 1 നേരത്തെ പഴയത്. പുതിയൊരു മെഷർ പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഒരു ആംഗിളിനെ നമ്മൾ സ്പോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് ചേർന്നിരിക്കുന്ന സൈഡിനെ അഡ്ജസന്റ് സൈഡ് എന്നും അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് എന്നും അറിയപ്പെടും. ഇനി ഞാൻ പുതിയൊരു മെഷർമെന്റ് പഠിപ്പിക്കുന്നു. അതിന്റെ ഫുൾ എന്ന് പറയുന്നത് സൈൻ ഓഫ് ദ ആംഗിൾ 35. ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആംഗിളിന്റെ സൈൻ SINE സൈൻ ഓഫ് ദ ആംഗിൾ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അതിനെ ഈ സൈൻ ഓഫ് ദ ആംഗിൾ 35 എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ല. അതിനെ ചുരുക്കി സൈൻ 35 എന്നറിയപ്പെടുന്നു. സൈൻ 35 ഇങ്ങനെ എഴുതിയാൽ മതിയാവും. സൈൻ ഓഫ് ദ ആംഗിൾ 35 എന്നാണ് വായിക്കുന്നതെങ്കിൽ സൈൻ 35 എന്ന്. അതായത് സൈൻ 35 കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമ്മൾ ഇനി അങ്ങോട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്ത വേറൊരു ഇക്വേഷൻ റൈറ്റ് സൈഡിലുണ്ട്. ആ പറയുന്ന പേര് കോസൈൻ ഓഫ് ആംഗിൾ 35. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കോസൈൻ ഓഫ് ദ ആംഗിൾ 35. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് എന്നാണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. കൊസൈൻ ഓഫ് ദ ആംഗിൾ 35 നമ്മൾ ചുരുക്കി നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ കോസ് 35 എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൊടുത്ത് സൂചിപ്പിക്കും. കോസ് 35 ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തത് എന്തോന്നാ? സൈൻ ആംഗിള്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. മറ്റത് കോസ് ആംഗിള്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. ഇതാണ് 2 ഇക്വേഷൻസ്. ഇനി നമ്മൾക്ക് ഏതെങ്കിലും ഒരു സൈഡ് തന്നിരുന്നാൽ മതി, മറ്റ് സൈഡുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ സൈനും കോസും ഉപയോഗിച്ച്. ഇനി സൈനും കോസിന്റെയും 0 മുതൽ 90 വരെ വാല്യൂസ് ഉണ്ട്. അത് നമ്മുടെ പേജ് നമ്പർ 124, എല്ലാവരും പേജ് നമ്പർ 124 ടെക്സ്റ്റ് ബുക്കിലെ 124 നോക്കുക. സൈന് എന്ന് പറയുന്ന ആംഗിൾ 0 തുടങ്ങി 90 വരെയുള്ള മെഷർ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോസ് എന്ന് പറയുന്ന ആംഗിളും 0 തുടങ്ങി 90 വരെ ഉള്ള വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂസ് നോക്കിയാണ് നമ്മൾ ഇനി ഈ സൈൻ 35, ഈ സൈൻ 35 എത്ര വരും നോക്കി. സൈൻ 35 എന്ന് പറയുന്നത് 0.5736 എന്ന ആ വാല്യൂ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി അപ്പുറത്തെ ക്വസ്റ്റ്യനിലാണ് വരുന്നതെങ്കിൽ കോസ് 35ന്റെ ആൻസർ 0.8192. ആ ടേബിൾ നോക്കി നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എല്ലാത്തിന്റെയും വാല്യൂ നമുക്ക് അതിൽ നോക്കി എഴുതാം. പരീക്ഷയ്ക്ക് നമുക്ക് ഈ ടേബിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നേക്കും. ബ്രാക്കറ്റിനകത്ത് വേണ്ട വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കും. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ഈ സൈഡ്സുകൾ പല രീതിയിൽ കണ്ടെത്താം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ 0 എന്ന് പറയുന്നത് 0 തുടങ്ങി സൈൻ 90 1 അവസാനിക്കുന്നു. അതായത് സൈൻ 1 മുതൽ 90 വരെ ഉണ്ട്. അതിൽ വാല്യൂസ് വരുന്നത് 0 മുതൽ 1 വരെയുള്ള അതിന്റെ ഇടയ്ക്കുള്ള ഡെസിമൽ പോയിന്റ് ആയിരിക്കും സൈനിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. 0 തുടങ്ങി 1 അവസാനിക്കും. മാക്സിമം വാല്യൂ 1 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. ഇനി കോസ് 0 എന്ന് പറഞ്ഞാൽ 1 തുടങ്ങും. കോസ് 0 എന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ നോക്കുമ്പോൾ അറിയാം കോസ് 0ന്റെ വില 1 ആണ്. അത് പിന്നെ കുറഞ്ഞ് കോസ് 90 എത്തുമ്പോൾ 0 അവസാനിക്കും. അതായത് സൈനിന്റെയും കോസിന്റെയും വില 1നും 0ക്കും ഇടയ്ക്കുള്ള ഡെസിമൽ നമ്പറുകളായിരിക്കും.
അതായത് 4 ഡെസിമലിൽ വന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് പുതിയ മെഷർമെന്റ്. ഇനി കണക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരും. അപ്പോൾ സൈനിന്റെ വില സൈൻ ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്, കോസ് ആംഗിൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. ഈ ഇക്വേഷൻ വളരെ പ്രധാനമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ.